ഹായ് മക്കൾസ്, ഇറ്റ്സ് മീ അസ്ലം. വെൽക്കം ടു എജുപോർട്ട്. മക്കളെ, നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നിങ്ങൾ നിർബന്ധമായും എക്സാമിന് പഠിച്ചു പോകേണ്ട കുറച്ച് എലമെൻസിൻ്റെ പേര് പറയാൻ വേണ്ടിയിട്ടാണ്. പീരിയോഡിക് ടേബിൾ നിങ്ങൾക്കറിയാം, 118 എലമെൻസ് ഉണ്ടെന്ന്. അതിൽ ഓരോ സിമ്പിൾസ് കൊടുക്കാനുണ്ട് എന്ന് നിങ്ങൾക്കറിയാം. ഹൈഡ്രജൻ, ഓക്സിജൻ, അങ്ങനെ ഓരോ എലമെൻസ് ഉണ്ട്. ഇത് 8ാം ക്ലാസ്സിൽ നിന്ന് അങ്ങോട്ട് ഹയർ സ്റ്റഡീസിലൊക്കെ പോകുമ്പോൾ എന്തായാലും നിങ്ങളിത് കൊണ്ടുപോകണം. സെറ്റല്ലേടാ? മക്കളെ, നമുക്ക് കണ്ടന്റിലേക്ക് പോവാം. നോക്കിക്കോളി മക്കളെ, കുറച്ച് സിമ്പിൾസ് ഓഫ് എലമെൻറ്റ്സ് തന്നിട്ടുണ്ട്. ആ സിമ്പിൾസ് നമുക്ക് കണ്ടെത്തണം. നോക്കുക, ഇവിടെ തന്നിരിക്കുന്നത് 12 എലമെൻറ്റ്സ് ഞാൻ തന്നിട്ടുണ്ട്. ഈ 12 എലമെൻറ്റ്സും നിർബന്ധമായിട്ട് നിങ്ങൾ പഠിച്ചു പോകണം. നിങ്ങളുടെ എക്സാമിന് ചോദിക്കുമെന്ന് ഉറപ്പുള്ള കാര്യങ്ങളാണ്. ഇനിയും മറ്റുള്ള എലമെൻറ്റ്സ് ഉണ്ട്, അത് നോക്കി പോകണം. ഇതെന്തായാലും നിങ്ങളെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. മക്കളെ, ആദ്യം നമുക്ക് സിമ്പിൾസിനെ 3 സെക്ഷനായിട്ട് തരംതിരിക്കാം. നോക്കിക്കോളി, ഞാൻ കുറച്ച് എലമെൻസിൻ്റെ പേരുകൾ തന്നിട്ടുണ്ട്. ആരൊക്കെയുണ്ട്? ഹൈഡ്രജൻ. മക്കളെ? ഹൈഡ്രജൻ. പിന്നെ മക്കളെ? ഹൈഡ്രജൻ തന്നിട്ടുണ്ട്. പിന്നെ രണ്ടാമത്തെ ആരാണ്? ഓക്സിജൻ അല്ലേ? മൂന്നാമത്തെ മക്കളെ? മൂന്നാമത്തത് നൈട്രജൻ. രണ്ടാമത്തത് ഓക്സിജൻ, മൂന്നാമത്തത് നൈട്രജൻ. പിന്നെ കാർബൺ. മക്കളെ? കാർബൺ. ഫസ്റ്റ് സെക്ഷൻ ഇതാണ്. ഫസ്റ്റ് സെക്ഷൻ എന്ന് പറയുമ്പോൾ ആദ്യം നമുക്ക് ഫസ്റ്റ് സെക്ഷൻ ആയതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ ഫസ്റ്റ് ലെറ്റർ കൊടുക്കാം. ഞാൻ ചോദിക്കട്ടെ, ഹൈഡ്രജൻ്റെ ഫസ്റ്റ് ലെറ്റർ എന്താ മക്കളെ? എച്ച് അല്ലേ? അപ്പോൾ ഹൈഡ്രജൻ്റെ സിമ്പിൾ കിട്ടി. എന്താണ്? എച്ച്. ഇനി അടുത്തത് ഓക്സിജൻ്റെ ഫസ്റ്റ് ലെറ്റർ എന്താ മക്കളെ? ഓ ആണ്. എന്താണ്? ഓ. അപ്പോൾ ഞാൻ പറയുന്നത് എന്താ, മനസ്സിലായോ? ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക, ഫസ്റ്റ് ലെറ്റർ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഫസ്റ്റ് സിമ്പിൾസ് കൊടുക്കുക. പിന്നെ നമുക്ക് എന്തൊക്കെ കൊടുക്കാം മക്കളെ? നൈട്രജൻ്റെ ഫസ്റ്റ് ലെറ്റർ എന്താ മക്കളെ? എൻ ആണ്. അടുത്തത് കാർബണിൻ്റെ ഫസ്റ്റ് ലെറ്റർ എന്താ? സി ആണ്. അപ്പം ഞാൻ ഈ തന്ന ഈ എലമെൻസിൻ്റെ ഒക്കെ ഫസ്റ്റ് ലെറ്ററുകൾ എന്താണ് മക്കളെ? ആ ഫസ്റ്റ് ലെറ്റർ ആണ് അതിൻ്റെ സിമ്പിളുകൾ. സെറ്റല്ലേ മക്കളെ? ഇനി ഞാൻ ചോദിക്കട്ടെ, സൾഫറിൻ്റെ സിമ്പിൾ എന്തായിരിക്കും? എസ് എന്നാണ്. അപ്പോൾ ഇതാണ് ഫസ്റ്റ് ലെറ്റർ വെച്ചിട്ട് ചെയ്യാനുള്ളത്. രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ലെറ്ററും അതുപോലെ തന്നെ മറ്റൊരു ലെറ്ററും കൂടി കൂട്ടിയിട്ട് രണ്ടെണ്ണം നോക്കാം. അതാണ് രണ്ടാമത്തെ മെത്തേഡ്. നോക്കിക്കോളി, അലൂമിനിയം. മക്കളെ? അലൂമിനിയത്തിൻ്റെ ഫസ്റ്റ് ലെറ്റർ എയും പിന്നത്തെ എന്താണ്? എല്ലും. അപ്പോൾ എൽ സിമ്പിൾ അല്ലേ? അടുത്ത നമുക്ക് കാൽഷ്യത്തിൻ്റെ എന്താ മക്കളെ? കാൽഷ്യത്തിൻ്റെ ഫസ്റ്റ് സി, രണ്ടാമത്തെ എ. അപ്പം എന്താണ്? സി എ. ഇതാണ് കാൽഷ്യത്തിൻ്റെ സിമ്പിൾ. ഇനി ഈ രണ്ടാൾക്കാർ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ക്ലോറിൻ. മക്കളെ? ക്ലോറിൻ. അതുപോലെ തന്നെ ക്രോമിയം. മക്കളെ? ക്രോമിയം. ഈ രണ്ടാൾക്കാർ എക്സാമിന് വരുമ്പോൾ നിങ്ങൾക്ക് തെറ്റരുത്. സാറ് പറഞ്ഞിട്ടുണ്ട് സി എ ഫസ്റ്റത്തും സെക്കൻഡും പറഞ്ഞിട്ട് സി എച്ച് എഴുതരുത്. നിങ്ങൾ ക്ലോറിൻ എന്ന് പറഞ്ഞ ക്ലോറിൻ, ക്ലോ. അപ്പോൾ ഫസ്റ്റ് സിയും പിന്നെ എന്നാ വരുന്ന മക്കളെ? എല്ലും. അപ്പോൾ ഇതിൻ്റെ സിമ്പിൾ എന്ന് പറഞ്ഞത് സി എൽ ആണ്. എന്നാൽ ക്രോമിയം അതുപോലെ എന്ന് പറഞ്ഞു നോക്കി, ക്രോ എന്ന മക്കളെ? സി ആർ ആണ് വരുന്നത്. അപ്പോൾ കിട്ടിയോ? ഫസ്റ്റ് ലെറ്ററോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കൂട്ടിയിട്ട് വരിക. അപ്പോൾ നിങ്ങൾ ഈ ഒരു സിമ്പിൾസുകൾ നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം? പഠിച്ചു പോകണം. മൂന്നാമത്തെ മെത്തേഡ് എന്ന് പറയുമ്പോൾ ലാറ്റിൻ നെയിം ആണ് മക്കളെ. ലാറ്റിൻ നെയിം അതിൽ തന്നിരിക്കുന്ന ആൾക്കാർ നോക്കി മക്കളെ. സോഡിയം, അതുപോലെ തന്നെ പൊട്ടാസ്യം, അയൺ, കോപ്പർ. ഈ 4 ആളുകളെ തന്നിട്ടുണ്ട് അല്ലേ? ഈ സോഡിയം എന്ന് കേൾക്കുമ്പോൾ കുറേ കുട്ടികൾ വിചാരിച്ചും ഫസ്റ്റും സെക്കൻഡും എസ്ഒ എന്നൊക്കെ എഴുതി വെക്കും. നിങ്ങൾ അങ്ങനെ എഴുതി വെക്കരുത്. സോഡിയത്തിൻ്റെ സിമ്പിൾ എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ അതിൻ്റെ ലാറ്റിൻ നാമം നൈട്രിയം ആണ്. എന്താ മക്കളെ? നൈട്രിയം. അപ്പോൾ അതിൻ്റെ സിമ്പിൾ എന്താണ് മക്കളെ? എണ്ണയാണ്. എന്താണ്? എണ്ണ. നിർബന്ധമായും പഠിച്ചു പോവുക, അത് ചോദിക്കും മക്കളെ. രണ്ടാമത്താണ് മക്കളെ പൊട്ടാസ്യം. മക്കളെ? പൊട്ടാസ്യം. അപ്പോൾ പൊട്ടാ എന്നുള്ളതിൻ്റെ PO പറഞ്ഞാണ്ട് അല്ലെങ്കിൽ POT പൊട്ടാ അങ്ങനെയൊന്നും കൊടുക്കരുത്. പൊട്ടാസ്യത്തിൻ്റെ ലാറ്റിൻ നാമം എന്ന് പറയുമ്പോൾ കാലിയമാണ്. കാലിയം ആയതുകൊണ്ട് തന്നെ അതിൻ്റെ സിമ്പിൾ എന്താണ് മക്കളെ? കെ ആണ്. മക്കളെ? കെ ആണ്. അടുത്തത് അയണിൻ്റെ സിമ്പിൾ ഫെറം എന്നാണ് അതിൻ്റെ ലാറ്റിൻ നാമം. നമ്മൾ വിളിക്കേണ്ടത് സിമ്പിൾ എന്താണ് കൊടുക്കേണ്ടത്? FE ആണ്. എന്താ മക്കളെ? FE ലാറ്റിൻ നാമമാണ്. ഫെറം എന്നാണ് അതിൻ്റെ ലാറ്റിൻ നാമം. അടുത്തത് കോപ്പറിൻ്റെ ലാറ്റിൻ നാമം എന്ന് പറയുമ്പോൾ കുപ്രം എന്നാണ് മക്കളെ. കുപ്രം എന്നായതുകൊണ്ട് തന്നെ അതിൻ്റെ സിമ്പിൾ എന്ത് കൊടുക്കണം? CU എന്നാണ്. അപ്പോൾ കോപ്പർ എന്ന് കേൾക്കുമ്പോൾ CO എന്ന് കൊടുക്കരുത്. സെറ്റിലെ മക്കളെ? അപ്പോൾ നിർബന്ധമായും ഈ എലമെൻസുകളെ നിങ്ങൾ എന്ത് ചെയ്യണം? പഠിച്ചു പോകണം. ഫസ്റ്റ് ലെറ്റർ വെച്ചിട്ടും ഫസ്റ്റത്തും സെക്കൻഡത്തും അല്ലെങ്കിൽ മറ്റേതെങ്കിലും ലെറ്റർ വെച്ചിട്ടുള്ളതാണ് സെക്കൻഡ് മെത്തേഡ്. തേർഡ് മെത്തേഡ് എന്ന് പറയുമ്പോൾ ലാറ്റിൻ നെയിമാണ്. അപ്പോൾ നിങ്ങൾ ഈ ലാറ്റിൻ നെയിം ഇനിയുമുണ്ട് എക്സാമ്പിളുകൾ. ലാറ്റിൻ നെയിമിൻ്റെ സിൽവർ ഉണ്ട്, ഗോൾഡ് ഉണ്ട്. അതൊക്കെ നിങ്ങൾ പഠിച്ചു പോകണം, ഒന്ന് നോക്കി പോകണം. ഈ കാണുന്ന 12 എലമെൻസും നിർബന്ധമായിട്ട് എന്ത് ചെയ്യുക? എൻ്റെ മക്കൾ പഠിച്ചു പോവുക. സെറ്റല്ലേ മക്കളെ? അപ്പോൾ 8ാം ക്ലാസ്സിൻ്റെ ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് എന്താവും? ലൈവ് കാര്യങ്ങളൊക്കെ ഞങ്ങൾ എജുപോർട്ട് തരും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ആദ്യം ചാനൽ എന്ത് ചെയ്യുക? സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക.
കമൻറ്റ് ചെയ്യുക. അപ്പോൾ സെറ്റല്ല മക്കളെ. നിങ്ങൾക്ക് 8, 9, 10 ഉള്ള കുട്ടികൾ നിങ്ങളുടെ കസിൻസോ ഒക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ മെറ്റീരിയൽസൊക്കെ ആവശ്യമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങളൊന്ന് പറഞ്ഞു കൊടുക്കുക, ഇതൊന്ന് ഷെയർ ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്തിട്ട് പറഞ്ഞു കൊടുക്കുക. എജുപോർട്ടിൻ്റെ മെറ്റീരിയൽസുകളുണ്ട്, ജസ്റ്റ് ഈ നമ്പർക്ക് എന്ത് ചെയ്താൽ മതി, വാട്സപ്പ് ചെയ്താൽ മതി, ഞങ്ങൾ അപ്പം തന്നെ സെറ്റാക്കി തരാം. ഓക്കെ അല്ലേ മക്കളെ? വീണ്ടും മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം. താങ്ക് യു, ബൈ.